CPM-നകത്ത് പണമോഹികളും പണം അടിച്ചു മാറ്റുന്നവരുമായ നേതാക്കന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുവെന്ന് പല കാലങ്ങളിലായിട്ട് നമ്മൾ കാണുന്ന വാർത്തകളിൽ നിറഞ്ഞു വരികയാണ്. അപ്പോഴല്ല CPM പറയുന്നത് അത് ഈ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. സമൂഹത്തിൽ നിന്നുള്ള ആൾക്കാരാണ് CPM-ലേക്ക് വരുന്നത്. അത് ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വെച്ചിട്ട് നിങ്ങൾ CPM-നെ ഇങ്ങനെ വിലയിരുത്തരുത് എന്നാണ് പറയുന്നത്. ശരി തന്നെയാണ്, CPM പറയുന്നതിൽ കാര്യമുണ്ട്, അങ്ങനെ വിലയിരുത്തരുത്. പക്ഷേ ഇത് നിരന്തരം വരുമ്പോൾ CPM-നകത്ത് നിന്ന് പീഡന വാർത്തകളും അതുപോലെ പണം അടിച്ചു മാറ്റൽ വാർത്തകളും, കഴിഞ്ഞ ദിവസമാണ് നമ്മളൊരു വാർത്ത വന്നത്, അതായത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് ബിരിയാണി ചലഞ്ച് നടത്തി. ആ ബിരിയാണി ചലഞ്ച് നടത്തി കിട്ടിയ 1,20,000 രൂപ 5 പൈസ പോലും വയനാട്ടിലെ ദുരന്ത കേന്ദ്രത്തിലേക്ക് കൊണ്ട് കൊടുക്കാതെ ഈ പണം ഭരിച്ച CPM DYFI നേതാക്കൾ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞ് പരാതി നൽകുകയും അത് പോലീസ് കേസെടുക്കുകയും ചെയ്തൊരു സംഭവമുണ്ട്. അതിൻ്റെ പിറ്റേന്നതാ ഇന്നലെ ഞാൻ അങ്ങനത്തെ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഇന്ന് എനിക്ക് മറ്റൊരു വാർത്ത പറയേണ്ടി വരുന്നു. അതായത് ഒരു വിധവയായ ഒരു സ്ത്രീയുടെ 7 മാസത്തെ പെൻഷൻ, വിധവാ പെൻഷൻ അടിച്ചു മാറ്റി ഒരു CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. അപ്പോൾ എല്ലാ ദിവസവും നമുക്കിങ്ങനെ CPM-നകത്ത് നിന്നുള്ള ഈ പണം അടിച്ചു മാറ്റൽ വാർത്തകൾ പറയേണ്ടി വരുമ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് CPM നേതാക്കൾ പറയുമ്പോൾ അതിന് എങ്ങനെയാണ് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ കഴിയുക? എന്തായാലും ആ വിഷയം ഞാൻ പറയാം. അതായത് അടൂരിലാണ് സംഭവം നടക്കുന്നത്. അടൂരിലെ കടമ്പനാട് എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് സംഭവം. അവിടെ ഈ കടമ്പനാട് കോപ്പറേറ്റീവ് ബാങ്ക് വഴിയാണ് വിധവാ പെൻഷനും വാർദ്ധക്യ പെൻഷനും ഒക്കെ വിതരണം ചെയ്യുന്നത്. കടമ്പനാടുള്ള ചന്ദ്രിക എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇതിൽ വരുന്നത്. അവരുടെ പേര് 12-ാം വാർഡിൽ തൂവയൂർ തെക്ക് പറങ്ങുമാവിള വീട്ടിൽ K ചന്ദ്രിക. 12-ാം വാർഡിലുള്ള തൂവയൂർ തെക്ക് പറങ്ങുമാവിള വീട്ടിൽ K ചന്ദ്രിക. ഇവരാണ് ഇപ്പോൾ പരാതിയുമായിട്ട് പഞ്ചായത്തിനെ സമീപിച്ചിരിക്കുന്നത്. ഇവർ മസ്റ്ററിംഗ് നടത്താൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ പോയി. അങ്ങനെ പെൻഷൻ കിട്ടാൻ വേണ്ടിയുള്ള മസ്റ്ററിംഗ് നടത്താൻ വേണ്ടി പഞ്ചായത്തിൽ പോയപ്പോഴാണ് പഞ്ചായത്തിലെ രേഖകളിൽ നിന്നാണ് കിട്ടുന്നത് 7 മാസവുമായും നിങ്ങളുടെ പെൻഷൻ കൈപ്പറ്റിയിരിക്കുകയാണല്ലോ, നിങ്ങൾക്ക് പെൻഷൻ കിട്ടില്ല നിങ്ങൾ പറയുന്നത് എന്തിനാണ്? കഴിഞ്ഞ 7 മാസവും നിങ്ങൾ പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. മസ്റ്ററിങ്ങിന് പോയപ്പോൾ അവർ പറഞ്ഞു എനിക്ക് പെൻഷൻ വരുന്നില്ല എന്നവർ പരാതി പറഞ്ഞു. അങ്ങനെയാണ് പഞ്ചായത്തിലെ ജീവനക്കാർ പരിശോധിക്കുകയും 7 മാസമായിട്ട് നിങ്ങളുടെ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ടല്ലോ, നിങ്ങൾ പിന്നെ കിട്ടിയില്ല എന്ന് പറയുന്നത്. അപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് ഈ കോപ്പറേറ്റീവ് ബാങ്കിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ രഞ്ജു എന്ന് പറയുന്ന വിദ്വാൻ ഈ പണം മുഴുവനും അയാൾ ഒപ്പിട്ട് എടുക്കുകയാണ് ഉണ്ടായത് എന്നാണ് അറിയുന്നത്. ഈ സ്ത്രീ അറിഞ്ഞില്ല. അവരുടെ വിധവാ പെൻഷനാണ്, നോക്കണം, CPM-ൻ്റെ നേതാവിന് വിധവാ പെൻഷൻ ആയാലെന്ത്, ഏത് പെൻഷനായാലും അവ അടിച്ചു മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വിധവാ പെൻഷൻ മാറ്റുന്നു. ഇവർ പരാതി കൊടുത്തു പഞ്ചായത്തിൽ. പരാതി പഞ്ചായത്ത് പരിഗണിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ, അതും CPM ഭരിക്കുന്ന പഞ്ചായത്താണെന്നാണ് അറിയുന്നത്, ഈ കടമ്പനാട് പഞ്ചായത്ത്. അവിടെ പരാതി പരിഗണിച്ചപ്പോൾ ഈ നേതാവ് ഈ ചന്ദ്രികയുടെ വീട്ടിൽ ചെന്നിട്ട് പൈസ മുഴുവനും കൊടുത്ത് പ്രശ്നമുണ്ടാക്കരുത്, വഴക്കൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്നാണ് അറിയുന്നത്. എന്തായാലും പരാതി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. CPM-ന് എന്ത് നിലപാട് എടുക്കും ഈ രഞ്ജുവിനെതിരായിട്ട് എന്നറിയില്ല. രഞ്ജു പറഞ്ഞ ഒരു ന്യായം എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പെൻഷനും കൊണ്ട് ഈ സ്ത്രീയെ അന്വേഷിച്ച് നടന്നു, കാണാൻ പറ്റിയില്ല, കണ്ടുകിട്ടാൻ പറ്റിയില്ല, അപ്പോൾ അവർ വേറെ എവിടെയോ താമസം മാറിപ്പോയതായിരിക്കാം, അതുകൊണ്ട് കൊടുക്കാൻ പറ്റാത്തതാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ കൊടുക്കാൻ പറ്റാതാണെങ്കിൽ അത് തിരിച്ചയക്കുകയല്ലേ ചെയ്യേണ്ടത്. പകരം അത് കയ്യൊപ്പിട്ട്, ആ സ്ത്രീയുടെ കയ്യൊപ്പിട്ട് പിന്നെ അത് കൈപ്പറ്റിയിരിക്കുന്നു എന്ന് കാണിക്കുമ്പോൾ ആ പൈസ എവിടെ പോയി? സ്വന്തമായിട്ട് പോകാനിട്ടതല്ലേ. അപ്പോൾ ആ സ്ത്രീയെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ, പെൻഷനറെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പെൻഷനറെ കാണാൻ പറ്റിയില്ല എന്ന് പറയും, തിരിച്ചയക്കണം. മാത്രമല്ല ഇതറിയുന്നത് ഈ ചന്ദ്രിക താമസിക്കുന്നത്, രഞ്ജു താമസിക്കുന്ന അതേ വാർഡിൽ തന്നെയാണ്. 2-3 കിലോമീറ്റർ അടുത്ത് അപ്പുറമുള്ള ആ സ്വന്തം വാർഡിൽ തന്നെയാണ്. ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അകലം കാണും ഇവർ നമ്മൾ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ സ്വന്തം വാർഡിൽ തന്നെ താമസിക്കുന്ന ചന്ദ്രികയെ ഈ രഞ്ജു എന്ന് പറഞ്ഞ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് ബോധപൂർവമാണെന്ന് നമുക്ക് വ്യക്തം തന്നെയാണ്.